ക്രൈസ്തവരെ അവഹേളിക്കുന്ന കക്കകളി നാടകത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞ് പിന്തുണയ്ക്കുകയും ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരെ ഇല്ലാത്ത ആകുലതകൾ പറഞ്ഞ് ഹാലിളകുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഇരട്ടത്താപ്പ് തുറന്നു കാണിച്ച നാഷണലിസ്റ്റ് പ്രോഗ്രസീവ് പാർട്ടി. ക്രൈസ്തവരെയും ഹൈന്ദവരെയും തുടർച്ചയായി അവഹേളിക്കുന്ന സംഭവങ്ങളിൽ ഇടത് വലത് പാർട്ടികൾ സ്വീകരിച്ച പ്രതിഷേധാത്മകമായ നിലപാടുകൾ അക്കമിട്ട് നിർത്തിക്കൊണ്ടും ഇതുവരെയും റിലീസാകാത്ത സിനിമയ്ക്കെതിരെ പല്ലും നഖവും വെച്ച് എതിർക്കാൻ ശ്രമിക്കുന്നതും ചൂണ്ടിക്കാട്ടിയാണ് NPP സംസ്ഥാന സെക്രട്ടറി പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. സിനിമയുടെ ട്രെയിലർ പുറത്തുവരുമ്പോഴേക്കും കേരളത്തിലെ പ്രമുഖ രണ്ട് മുന്നണികൾ ഉടനെ സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുകയാണെന്ന് പ്രസ്താവനയിൽ ആരോപിക്കുന്നു. മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്നും മതസ്പർദ്ധ വളർത്തുന്നു എന്നുമെല്ലാമാണ് ഇവരുടെ പരാതി. കക്കുകളി, മീശ തുടങ്ങിയ വിഷയങ്ങളിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിച്ച കൂട്ടരാണ് ഇപ്പോൾ സിനിമയ്ക്കെതിരെ വന്നിരിക്കുന്നത്. സിനിമയ്ക്കെതിരെ രംഗത്തിറങ്ങിയ VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും പക്ഷെ ഒരിക്കൽ പോലും ഹാഗിയ സോഫിയ വിഷയത്തിൽ ക്രൈസ്തവ പൈതൃകങ്ങൾക്ക് നേരെയുള്ള അധിനിവേശങ്ങളും കടന്നുകയറ്റവും ന്യായീകരിച്ച് ലേഖനമെഴുതിയ ലീഗ് നേതാവായ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വർഗീയ നിലപാടുകളെ വിമർശിച്ചിട്ടില്ല. കക്കുകളി നാടകം മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന് ക്രൈസ്തവ സമുദായം പരാതിപ്പെട്ടപ്പോൾ അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കുകയും ക്രൈസ്തവരെ വെല്ലുവിളിച്ച് ഈ നാടകം ഇനിയും പ്രദർശിപ്പിക്കുമെന്ന് പ്രസ്താവന ഇറക്കിയവരാണ് ഇടതുപക്ഷം. സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വാഗതഗാനത്തിൽ തീവ്രവാദിയായി അഭിനയിച്ച ആൾ തലയിൽ ഒരു കഷ്ണം ടർബൻ കെട്ടിയതിനെതിരെ ഇടതുപക്ഷ നേതാക്കൾ രംഗത്തിറങ്ങിയിരുന്നു. സ്വാഗതഗാനം ഒരുക്കിയവർക്ക് നേരെ പോലീസ് കേസെടുത്ത് വേട്ടയാടിയപ്പോൾ ഇവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യ സംരക്ഷണം എവിടെപ്പോയെന്നും പ്രസ്താവനയിൽ ആരായുന്നു. നമ്മുടെ നാട്ടിലെ തീവ്രവാദ സംഘടനകൾ പ്രണയത്തെ വിധ്വംസക പ്രവർത്തനങ്ങൾക്കായി ദുരുപയോഗിക്കുന്നു എന്നതിനുള്ള തെളിവുകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. തീവ്രവാദികൾ അവരുടെ വിധ്വംസക അജണ്ടകൾക്കായി പ്രണയത്തെ ദുരുപയോഗിക്കുന്ന പ്രവൃത്തിയെ ആഭ്യന്തര വകുപ്പ് ഗൗരവമായി എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമയെ പല്ലും നഖവും വെച്ച് പരമാവധി എതിർക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ ഇരു മുന്നണികൾക്കും ഇതിന്റെ പകുതി ഊർജം തീവ്രവാദ റാക്കറ്റുകൾക്കെതിരെ പ്രയോഗിക്കാൻ നട്ടലുണ്ടോയെന്നും പ്രസ്താവനയിൽ ആരായുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇന്ത്യയിൽ നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടന്നത് ഉത്തർപ്രദേശിൽ നിന്നോ ബീഹാറിൽ നിന്നോ കാശ്മീരിൽ നിന്നോ അല്ല. പകരം സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിൽ നിന്നാണ്. കേരളത്തെ തീവ്രവാദ റിക്രൂട്ട്മെന്റിന്റെ ഹബ്ബാക്കി മാറ്റുന്ന ആ ഇരുണ്ട ശക്തിയെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള റിക്രൂട്ട്മെന്റുകളാണ് കേരളത്തെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തുന്നത്. അല്ലാതെ ഇരുമുന്നണികളും ആരോപിക്കുന്നത് പോലെ ദ കേരള സ്റ്റോറി എന്ന സിനിമയല്ല അതിനുത്തരവാദിയെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു.